ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും 333 എംപ്രസ് ഓഫ് ടാറോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഹിഡൻ ഫീലിങ്സ് എന്താണെന്നാണ് അറിയാൻ പോകുന്നത്. അതായത് നിങ്ങളോട് പറയാതെ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സണ് ഉള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളോട് പറയാത്ത, നിങ്ങളോട് ഷെയർ ചെയ്യാത്ത അവരുടെ ഇന്നർ ഫീലിംഗ് എന്താണ്, അവരുടെ മനസ്സ് എന്നാണ് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാലിഡായി വരുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ ഇതൊരു ജനറൽലെസ് ആണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും കാണാവുന്ന റീഡിംഗ് ആണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഇന്നർ ഫീലിങ്സ് എന്താണ്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളോട് പറയാതെ അവരെന്ത് ഫീലിങ്സാണ് അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ളതെന്ന് അറിയാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് എന്ത് ഫീലിങ്സ് ആണ്, എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ കാർഡ്സ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നോക്കുന്നതാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയാത്ത ആ ഒരു പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇന്നർ ഫീലിംഗ്, നിങ്ങളോട് സ്നേഹമാണോ, നിങ്ങളോട് എന്ത് തരം ഫീലിങ്സ് ആണ്, സ്നേഹമാണെങ്കിൽ തന്നെ അത് ഏത് തരത്തിലുള്ള സ്നേഹമാണ്, എത്ര ഡീപ്പാണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പം ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ വളരെ ഒരു ഇമോഷണൽ പെയിനിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ഇമോഷണലി വളരെ ഡീപ്പായിട്ട് തന്നെ 3 ഓഫ് വാൻസിൻ്റെ എനർജി 3 ഓഫ് സോഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പം വളരെ ഇമോഷണലി വളരെ പെയിനോട് കൂടി തന്നെ ഒരു ഹൃദയം നുറുങ്ങുന്ന വേദന, അല്ലെങ്കിൽ ഹൃദയം ആ ഒരു ഇമാജിൻ ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് അവർ കരയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ, ആ ഒരു റീഡിംഗ് ആണല്ലോ ഇത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇനി വേറൊരു ആംഗിളിൽ തന്നെ നോക്കി കാണാമെന്നൊക്കെയാണ് ആളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഇമോഷണലി ഭയങ്കര ബ്രേക്കേജിലോട്ട് പോകുന്നു, പക്ഷേ ചില സമയം ഹാങ്ഡ് മാൻ്റെ എനർജിയിലേക്ക് വരുന്നു. അപ്പോൾ അതായത് ആ ഒരു ഷിഫ്റ്റ് നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചില സമയം ആൾ ചിന്തിക്കുന്നുണ്ട്, ഇമോഷണൽ പെയിനിലൂടെയൊക്കെ കടന്നു പോയിട്ട് ആൾ നോർമലായി. നോർമൽ എന്ന് പറഞ്ഞാൽ ആൾ വിഷമത്തിലാണ്, എന്നാലും ആളൊരു പേഷ്യൻസോട് കൂടി കാര്യങ്ങൾ നോക്കി കാണണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇന്ന് വരെ കണ്ട ഒരു ആംഗിളിലല്ല, ഇനി ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലേക്ക്, ഒരു ഡിഫറെൻറ്റ് ആംഗിളിലൂടെ നോക്കി കാണണം, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇനി മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോർമലാകാൻ, അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് സാക്രിഫൈസസ് നടത്തണം, കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഇപ്പോഴുള്ളതായ ഈ സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടി കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണം, അല്ലെങ്കിൽ കോംപ്രമൈസസ് ഒക്കെ ചെയ്യണം. നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടി അതൊക്കെ ആവശ്യമാണ് എന്നൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരു സമയമാണ്. ആ ഒരു വ്യക്തി അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കാൻ ആൾ റെഡി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ
നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ഇപ്പോൾ ആൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള വിഷമങ്ങളുടെ കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സെൽഫ് അവെയർനെസ് ഒക്കെ ആളിൽ വർദ്ധിച്ചു വരുന്ന സമയമാണ്. അതായത് സെൽഫായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണ് ഇതിനകത്തുണ്ടായത്, ഈ ഒരു റിലേഷൻഷിപ്പ് സ്പോയിലാകാൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോകാനായിട്ട് എന്ത് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചതെന്ന് ആളിപ്പം സ്വയമൊക്കെ അനലൈസ് ചെയ്ത് തുടങ്ങുന്ന, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലൂടെയൊക്കെ കാണാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അങ്ങനെയാണിപ്പോൾ ആൾ ചിന്തിക്കുന്നത്. ഇന്ന് വരെ കണ്ട ഒരു രീതിയിലല്ല, ഇതിനെ ഒരു പുതുമയൊക്കെ കൊണ്ടുവരണം, അങ്ങനെ ഈ ഒരു വ്യക്തിയിലേക്ക് എനിക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു ഈ ഒരു റിലേഷൻഷിപ്പ് ആൾക്ക് നിങ്ങളിലേക്ക് ജോയിൻ ചെയ്ത് റീയൂണിയനിലെത്തി നല്ലൊരു സെലിബ്രേഷൻ. അപ്പോൾ ഈ വ്യക്തി അന്നും ഇന്നും എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊത്തുള്ളൊരു ജീവിതം വളരെ വിക്ടറിയിൽ കൊണ്ടെത്തിക്കണം. അതായത് വളരെ സെലിബ്രേഷൻ, നല്ലൊരു വിജയത്തിൽ നിങ്ങളുമായിട്ടൊരു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇത് കൂടുതലും ഈ വ്യക്തി നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ ആളുടെ ഒരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഒരു പങ്കാളിയാണ്, ആളുടെ ഒരു ലവറാണ് അല്ലെങ്കിൽ ആൾ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ ഒരു കമ്പാനിയൻഷിപ്പ്, നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഒന്ന് ഷോക്കേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു ഫീലിങ്സൊക്കെ അവർക്കുണ്ട്. അപ്പോൾ നിങ്ങളെ നല്ല ഹാപ്പി ആയിട്ട് വെക്കണം. ആ ഹാപ്പിനെസ്സിൽ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് വളരെ ഹാപ്പിയാക്കി വെക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചൊക്കെ ഷോക്കേസ് ചെയ്ത് ഷോ ഓഫ് ചെയ്തൊക്കെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഒരു വിക്ടറി മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വിജയിച്ച് ഒരുമിച്ച് ജീവിച്ച് വിജയിച്ച് കാണിക്കണം എന്നൊക്കെ ഉള്ളൊരു വാശി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഒക്കെ, കുറച്ച് ഫെയിമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ഫെയിമൊക്കെ കൊണ്ടുവരണം, കുറച്ച് എല്ലാവരുടെ മുന്നിലുമൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് വളരെ കോൺഫിഡൻസ് വരുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇമോഷണലി വളരെ ഡീപ്പായിട്ടുള്ളൊരു പെയിൻ കാണുന്നുണ്ട്. ചില സമയത്തൊരു ലോസ്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഇവിടെ ബ്രേക്കപ്പ് കഴിഞ്ഞ വ്യക്തികളൊക്കെ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട്. അതിപ്പം ഹസ്ബൻഡ് വൈഫ് ആകാം അല്ലെങ്കിൽ ലവേഴ്സ് ആകാം. അപ്പോൾ നിങ്ങൾ പെയിൻഫുള്ളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു, പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ്, നിങ്ങൾക്കും ചിലപ്പോൾ ആ ഒരു സെയിം ഒരു ഇമോഷണൽ ബ്രേക്കേജ് അല്ലെങ്കിൽ പെയിനൊക്കെ അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു എനർജി നിങ്ങളിലേക്കും പാസ് ചെയ്ത് വരുന്നതായിട്ട്, ഒരു സോൾ ടു സോൾ കണക്ഷനൊക്കെ ആയതുകൊണ്ട് നിങ്ങളിലേക്കും ആ ഒരു എനർജി പാസ് ചെയ്ത് വരുന്നു. അപ്പം നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാനൊക്കെ ചില സമയത്ത് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു അകൽച്ചയിലൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് വരണം എന്നാഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളോടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ, ഈ ഒരു വഴക്കിൻ്റെ അതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അവർക്കും മനസ്സിലാകണം, നിങ്ങൾക്കും മനസ്സിലാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കാരണങ്ങളൊക്കെ കണ്ടെത്തി ക്ലിയർ ചെയ്യണം എന്നൊക്കെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബന്ധത്തെ ക്ലിയറാക്കി നല്ലൊരു ക്ലാരിറ്റി, നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നല്ലൊരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ എനർജി കാണാം. 10 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നത് അവരെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ചില കാര്യങ്ങളിലൊക്കെ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ അവരെ വിട്ടുപോകുമോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് നിങ്ങൾ പോകുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഭയമൊക്കെ അവരുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവരെ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരെ ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വേട്ടയാടുന്നു എന്നൊക്കെ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇട്ടേച്ച് പോകുമോ എന്നൊക്കെ അവർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഭയം അവരിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ള സംശയം, അതൊക്കെ അവരിൽ ചിലപ്പോഴൊക്കെ ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അവർക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഈ ഒരു ഇതിൽ ഇവിടെ കാണുന്നുണ്ട്.
ഈ ഒരു വ്യക്തി നിങ്ങളെ തന്നെ ഹോൾഡ് ചെയ്ത്, 2 ഓഫ് വാൻസ് നിങ്ങളെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെച്ചിട്ട് നിങ്ങളെ തന്നെ ഓർത്ത്, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കഴിഞ്ഞ മൊമെൻറ്റ്സ് ഒക്കെ ഓർത്ത് നിൽക്കുന്നതായിട്ടോ അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം പക്ഷേ അത്ര സമയം തന്നെ നിങ്ങൾ, ഞാൻ മുന്നേ ഓൾറെഡി പറഞ്ഞതുപോലെ, ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയമൊക്കെ, ചിന്തയൊക്കെ ആളിലുണ്ട്. അപ്പോൾ ആളുടെ ഒരു കറണ്ട് തോട്ട് അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി പോകണോ, ഞാനും ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോകേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മൂവ് ഓൺ ആയി പോകാൻ ശ്രമിച്ചാലും ഉടനെ തന്നെ എനിക്ക് ഇത്രയും ഒരു ഇമോഷണൽ പെയിനിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് മൂവ് ഓൺ ആയി പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവും ആ ഒരു വ്യക്തിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യണമെന്നൊരു തീരുമാനം തന്നെയാണ് ആളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെയും കൂടിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ടാകണമെന്നില്ല. ഒരു പക്ഷേ ആ ഒരു വ്യക്തി ജോലി സംബന്ധമായിട്ടൊക്കെ ദൂരെ, നിങ്ങളിൽ നിന്ന് ദൂരെയായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊരു വിദേശ രാജ്യത്തായിരിക്കാം, ജോലി സംബന്ധമായിട്ട് വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തോ, നിങ്ങളുടേതല്ലാത്ത, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നതല്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് അന്യമായിട്ടുള്ളൊരു സ്ഥലത്തോ ഒക്കെ പോയി നിൽക്കുന്നതായിട്ടും, എങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നുള്ളതായിട്ടുമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അവർക്ക് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ വളരെ ഫെയിമായി വരണം, മറ്റുള്ളവരുടെ മുന്നിലൊക്കെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുള്ളവരുമുണ്ട്. ഈ ഒരു റീഡിങ്ങിൽ അങ്ങനെ കാണുന്നുണ്ട്. ഓൾറെഡി നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റൊമാൻസൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, ഷോ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും, അല്ലെങ്കിൽ ഇനി അങ്ങനെ എക്സ്പ്രസ് മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് കാണിക്കണം, നല്ല ഫെയിമിലൂടെ നല്ലൊരു വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാവരുടെ മുന്നിലും കാണിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതേസമയം തന്നെ അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ വന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടതായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ കാണാം. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർ ഇപ്പം ഒരു പക്ഷേ ഇത് ലവ് റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ അങ്ങനെയുള്ളത്. അവരുടെ ഒരു ചിന്ത ഇരിക്കുന്നത്, അവരുടെ മനസ്സ് പറയുന്നത്, ഇത് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ, എല്ലാവരുടെ മുന്നിലും റിവീൽ ചെയ്യേണ്ടിയിരുന്നില്ല. കാരണം ആൾക്ക് ഇപ്പോൾ ഒരു ചിന്ത വന്നിട്ടുള്ളത്, നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ, അതൊരു മാരേജിനേക്കാൾ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നത്, ഈ ഒരു അകൽച്ച കൊണ്ടുവരാൻ മറ്റു വ്യക്തികൾ കാരണമായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ മറ്റു വ്യക്തികളുടെ ഇൻവോൾവ്മെൻറ്റും ആ വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മറ്റു വ്യക്തികൾ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ ഈ ഒരു റിലേഷന് ഇടയ്ക്കിൽ വന്നിട്ടാണ് ഞങ്ങളുടെ ഈ ബന്ധത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അകൽച്ച വരാൻ ആയിട്ടുള്ളതെന്ന് ആൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിങ്സ് ആളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടും ജസ്റ്റിസ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരും, അതായത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പരസ്പരം സ്നേഹം പങ്കിടലെല്ലാം ഒരുപോലെ ആയിരിക്കണം. അത് ഫീലിങ്സ് ആണെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ഒരുപോലെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു ജസ്റ്റിസ് വേണം. ഇത് നല്ലൊരു ജസ്റ്റിസിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ ആ ഒരു ചിന്ത ആളുടെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി കാണിക്കുന്നത്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ആൾ ഏറ്റെടുക്കാൻ ഇപ്പോൾ റെഡിയാണ്. അതായത് നിങ്ങളുമായി ചേർന്ന് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സ്മാർട്ട് വർക്ക് മാത്രമല്ല, അത്യാവശ്യം ഹാർഡ് വർക്ക് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയും, അതിനെനിക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ആളിൽ കാണുന്നുണ്ട്. അത് ചെയ്യാനും ആൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ അവരതിനുവേണ്ടി ഇപ്പം വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ ഇതൊരു മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെയും കുട്ടികളെയും ഒക്കെ നിർത്തി ദൂരെ പോയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല റെസ്പോൺസിബിളായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകളാണ്. ഇവിടെ ഒരു ഡെക്കിൽ ടോപ്പ് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിളാണ്. അപ്പോൾ അവർ മണി ഏൺ ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളും നിങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സൊക്കെ, ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അവർ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നതും. അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും മണി ഏൺ ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഓർമ്മ അവരിലും, നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആണ് അവരെപ്പോഴും
നിൽക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൂരെ പോയി നിൽക്കുന്നെങ്കിലും നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുട്ടികളെ, അതായത് നിങ്ങളുടെ ഫാമിലിയൊക്കെ കെയർ ചെയ്യണം, അവരുടെ നീഡ്സ് ഒക്കെ ചെയ്യണം, എല്ലാം നടപ്പാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവർ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത് കാണുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിൽ അങ്ങനെയുള്ള എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ, ലവ് റിലേഷൻഷിപ്പ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിലും അവരും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണം, നിങ്ങൾ അവരിലേക്ക് എത്താനായി അവർ എന്തും നിങ്ങൾക്ക് നേടിത്തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആളിപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ തന്നെയാണ് ആൾ മുന്നോട്ട് പോകുന്നത്. ചില സമയത്ത് വളരെ മൂടിയായിട്ട് കാണുന്നുണ്ട്, ദേഷ്യവും വിഷമവും അതുപോലെ തന്നെ ഒറ്റപ്പെടലൊക്കെ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുള്ളൊരു ജീവിതമാണ് ആളെപ്പോഴും സ്വപ്നം കാണുന്നത്, ആഗ്രഹിക്കുന്നതും. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറ്റണം, ഈ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്തെടുക്കണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം, നിങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തുള്ളൊരു ജീവിതം ജീവിക്കണം, ഒരു റീയൂണിയൻ വേണം എന്നൊക്കെയാണ് അവരിപ്പോൾ മാനസികമായിട്ടും വളരെയധികം നല്ലൊരു ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലേക്ക് ആളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലേക്ക് ആളെത്തിയിട്ടുണ്ട്. ഒരു നോട്ടം നിങ്ങളിലേക്ക്, അങ്ങനെ നിങ്ങളെ നോക്കി കാണുന്ന രീതി തന്നെ മാറിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു റീയൂണിയനാണ്, റീകൺസിലിയേഷനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്തെ പോസിറ്റീവ് എനർജി മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് എനർജിയിലുള്ളവർക്കൊക്കെ റിയൂണിയൻ ഉണ്ടാകട്ടെ, സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളും ആ ഒരു റിയൂണിയന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ആ റിയൂണിയൻ, ആ ഒരു വ്യക്തിയുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റിയൂണിയൻ സംഭവിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് എനർജി എല്ലാം ക്ലെയിം ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് കാര്യത്തിലും ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ വിക്ടറി ഉണ്ടാകുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഓക്കെ ബൈ.